ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ 2 ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ മൂവി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ട് 28-29 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ പടമാണ്. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഇറങ്ങുകയാണ്. ശങ്കർ സാറ് തന്നെയാണ് അതിൻ്റെ ഡയറക്ഷനും, നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ സാറ് തന്നെയാണ് കേന്ദ്ര കഥാപാത്രത്തിൽ വരുന്നത്. അന്ന് അഭിനയിച്ച കുറേ പേരൊന്നും ഇപ്പം സിനിമയുടെ ഭാഗമല്ല. പക്ഷേ എന്നാലും അതിൻ്റെ AI അതാണോ VFX ആണോ എന്നറിയില്ല. നെടുമുടി വേണു സാറും അതുപോലെ വിവേക് സാറും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഗ്ലിംസസിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇനി അത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതാണോ അതോ AI ആണോ, ഇത് സിനിമ ഇറങ്ങുമ്പോഴേ അത് ഫുൾ സ്കെയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും നമ്മൾ ഇന്ത്യൻ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, കറപ്ഷന് എതിരായിട്ടുള്ള ഒറ്റയാൾ പോരാട്ടം. അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, കറപ്ഷന് വലിയ മാറ്റമൊന്നുമില്ല. അത് അന്നത്തെ കറപ്ഷൻ ആണെങ്കിൽ ഇത് നമ്മൾ കാണാൻ വരുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കറപ്ഷൻ ആസ്പദമാക്കിയിട്ടുള്ള സ്റ്റോറി ആയിരിക്കണം. എനിവേ, ട്രെയിലർ നമുക്ക് കണ്ടുപോകാം. இது படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருக்கான். நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்குரிய பேசுவோம். ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்லை. You're just barking dogs. அதனால தான் கத்திக்கிட்டு இருக்கோம். இவங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். வந்துட்டேன். அப்படி யாரா இருக்கா? இருந்தாரு. Indian. Name Senapati. Freedom fighter. ஓஹோ, என்ன கர்மம் சார் இது? கர்மம் இல்ல, வர்மம். அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். என் கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாதன்னு நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். ശങ്കർ മൂവി ആയിട്ട് ഇങ്ങനെ കുറെ പറന്നു പോണ സീനൊക്കെ നമുക്ക് കാണാം. ஓடவும் முடியாது, ஒளியவும் முடியாது. டாமஞ்சேரி ஆட்டம் ஆரம்பிச்சிருச்சு. യെസ്, 12/7 നെക്സ്റ്റ് മന്ത് ജൂലൈ 12 ഇറങ്ങാൻ പോകുന്ന പടമാണ്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ഈസ് ബാക്ക് അഗെയിൻസ്റ്റ് കറപ്ഷൻ. അതുപോലെ തന്നെ അതിലൊരു ഡയലോഗുണ്ട്, നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗാന്ധി മാർഗം സ്വീകരിച്ചോളൂ, പക്ഷെ ഞാൻ നേതാജി മാർഗത്തിലൂടെ നേരിട്ടോളാം എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇതിൽ ഇടയ്ക്ക് നമ്മുടെ നെടുമുടി വേണു സാറിനെ കാണിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഇത് കണ്ടിട്ട് പക്ക അത് ഒറിജിനൽ പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇത് AI ആണോ, ഇത് എന്ത് ടെക്നോളജിയാണ്? പിന്നെ ശങ്കർ മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കുറേ സ്റ്റണ്ട് സീനുകളും പറന്ന് പോകുന്ന സീനുകളൊക്കെ ഒരുപാട് ഉണ്ടാവാൻ നമുക്ക് കാണാൻ പറ്റും. എനിവേ, ഇത് എന്താ പറയുക, ഒരു വൻ വിജയമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അടുത്ത മാസം 12 ഇറങ്ങുന്ന പടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.